പ്രൈസ് ദി ലോർഡ്. പെന്തക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ പ്രഭാതത്തിൽ നൽകപ്പെടുന്ന പ്രഭാത സന്ദേശത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഒരു അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതയാമത്തെ കൂടെ കാണുവാൻ കർത്താവ് നമുക്ക് തന്ന ഭാഗ്യത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 38-ാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ, കൂട്ടത്തിൽ നിന്ന് ഒരാൾ നിലവിളിച്ചു, ഗുരു, എൻ്റെ മകനെ കടാക്ഷിക്കണം എന്ന് ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഒരു പിതാവ് നിലവിളിക്കുന്ന നിലവിളി. യേശുവിൻ്റെ അടുത്ത് കുഞ്ഞുങ്ങളുടെ വിടുതലിന് വേണ്ടി കടന്നു വന്നവരെ എല്ലാം കർത്താവ് വളരെ സസൂക്ഷ്മം പരിശോധിച്ച് അവരുടെ ആ നിലവിളിയുടെ ആഴത്തെക്കുറിച്ച് കർത്താവ് വളരെ വ്യക്തമായി മനസ്സിലാക്കിയിരുന്നു. യേശു കുഞ്ഞുങ്ങളെ സൗഖ്യമാക്കി ആ വിടുതൽ കൊടുത്തതിന് ശേഷം വെറുതെ അങ്ങ് പോവുകയല്ല. ഒരു ഉത്തരവാദിത്വം കർത്താവ് ഏറ്റെടുത്തിരുന്നു. എന്താണ് ആ ഉത്തരവാദിത്വം? നോക്കൂ, ഒരു പൈശാചിക ബാധ ചെറുപ്പം മുതൽ ബാധിച്ച ഒരു മകന് വേണ്ടി ഒരു മനുഷ്യൻ യേശുവിൻ്റെ ശ്രുതി കേട്ടുകൊണ്ട് അവൻ്റെ അടുത്ത് വന്നു. ആദ്യം താൻ ശിഷ്യന്മാരോട് പ്രാർത്ഥനയ്ക്കായിട്ട് അപേക്ഷിച്ചു. എന്നാൽ ആ ശിഷ്യന്മാർക്ക് അവനെ സൗഖ്യമാക്കുവാൻ കഴിഞ്ഞില്ല. ഒടുവിൽ യേശുവിൻ്റെ അടുത്ത് വന്ന് ആ പിതാവ് നിലവിളിക്കുകയാണ്, ഗുരു, എൻ്റെ മകനെ കടാക്ഷിക്കണം എന്ന് ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. കർത്താവ് അവനെ അടുക്കൽ വിളിച്ചു, വിവരങ്ങൾ അന്വേഷിച്ചു. അവൻ പറയുകയാണ്, ഒരാത്മാവ് എൻ്റെ കുഞ്ഞിനെ പിടിച്ചിട്ട് അവൻ പൊടുന്നനവേ നിലവിളിക്കുന്നു, അതവനെ നുരപ്പിച്ച് പിടപ്പിക്കുന്നു, പിന്നെ അവനെ ഞെരിച്ചിട്ട് പ്രയാസത്തോടെ വിട്ടുമാറുന്നു. ദൈവത്തിന് സ്തോത്രം. ആ സങ്കടമുള്ളതായ ഒരു ഹൃദയം കർത്താവ് കണ്ടപ്പോൾ അതിൻ്റെ 42-ാം വാക്യത്തിൽ വായിക്കുന്നത്, യേശു അവനെ അടുക്കൽ വിളിച്ചപ്പോൾ തന്നെ ആ പൈശാചിക ബാധ ആ പൈതലിനെ ഉരുട്ടി താഴെയിട്ടു. എങ്കിലും യേശു അശുദ്ധാത്മാവിനെ ശാസിച്ചു. കർത്താവ് അവന് വിടുതൽ കൊടുത്ത കാര്യത്തെക്കുറിച്ചല്ല ദൈവത്തിൻ്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ നമ്മോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ആ വിടുതൽ സൗഖ്യം അവന് കൊടുത്തതിന് ശേഷം കർത്താവ് എന്ത് ചെയ്തു? അതേ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അശുദ്ധാത്മാവിനെ കർത്താവ് യേശു ശാസിച്ചു വിടുതലാക്കിയതിന് ശേഷം അവനെ സൗഖ്യമുള്ളവനായി അപ്പനെ ഏൽപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇതുപോലൊരു സംഭവം വേറെയും ഉണ്ടായിട്ടുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 14 മുതലുള്ള വാക്യത്തിൽ വായിക്കുമ്പോൾ, ഒരു വിധവയായ സ്ത്രീ തനിക്കൊരു മകനെ ഉണ്ടായിരുന്നുള്ളൂ. ആ മകൻ പെട്ടെന്ന് സുഖമില്ലാതെ വന്ന് രോഗിയായി മരിച്ചുപോയി. ഒടുവിൽ അവനെ അടക്കം ചെയ്യുന്നതിന് വേണ്ടി മഞ്ചത്തിൽ കയറ്റി പട്ടണത്തിൽ കൂടെ വിലാപയാത്ര പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ സ്ത്രീയെക്കുറിച്ച് മാറത്തടിച്ച് നിലവിളിക്കുന്ന ആ അമ്മയെക്കുറിച്ച് യേശു കണ്ടു മനസ്സലിഞ്ഞു. അവൾ വിധവയാണെന്നും അവൾക്കൊരു കുഞ്ഞു മാത്രമേ ഉള്ളെന്നും ഉള്ളതായ സത്യാവസ്ഥ, ആ സങ്കടകരമായ ഒരവസ്ഥ കർത്താവ് മനസ്സിലാക്കിക്കൊണ്ട് അടുത്ത് ചെന്ന് ആ മഞ്ചത്തെ തൊട്ടിട്ട് കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ബാല്യക്കാരാ, എഴുന്നേൽക്കുക എന്ന് പറഞ്ഞു. ചുറ്റും നിന്നവർക്കെല്ലാം വളരെ അതിശയമായിപ്പോയി. ആ ബാല്യക്കാരൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. അവനെ ജീവനുള്ളവനായി മഞ്ചത്തിൽ നിന്ന് കർത്താവ് പുറത്തു കൊണ്ടുവന്നതിന് ശേഷം 15-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവനെ സൗഖ്യമുള്ളവനായി ജീവനുള്ളവനായി അമ്മയെ ഏൽപ്പിച്ചു. ഇവിടെ പിതാവിനെ ഏൽപ്പിച്ച ഒരു സൗഖ്യമുള്ള മകൻ, വിടുതൽ നൽകിയതായ ഒരു മകനെ കർത്താവ് അനാഥനായി വിടാതെ അവനെ ഉത്തരവാദിത്വത്തോടുകൂടെ നോക്കുവാൻ, പരിചരിക്കുവാൻ, ശുശ്രൂഷിക്കുവാൻ, അവനെ എന്നും ഒരു നോട്ടം അവൻ്റെ മേൽ വെച്ചുകൊണ്ട് അവനെ ശ്രദ്ധിക്കേണ്ടതിനും അവന് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യുന്നതിനും അപ്പനെ ഏൽപ്പിച്ചു. ഉത്തരവാദിത്തപ്പെട്ട പിതാവിനെ ഏൽപ്പിച്ചു. മരിച്ചുപോയ ഒരു മകനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതിന് ശേഷം
യേശു അവനെ വിട്ടുകളയ, അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ നീ നടന്ന് വീട്ടിലോട്ട് പോയിക്കൊള്ളാൻ പറയുകയല്ല. ആ പൈതലിനെ അമ്മയെ ഏൽപ്പിച്ചു. എന്താണ് അതിന് കാരണം? നോക്കൂ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കർത്താവ് വിടുതൽ കൊടുക്കുക മാത്രമല്ല, സൗഖ്യം കൊടുക്കുക മാത്രമല്ല, നമ്മുടെ ഹൃദയത്തിൻ്റെ പരമാർത്ഥത മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പിന്നെയും നമ്മുടെ കെയർ ആവശ്യമാണ്, നമ്മുടെ പരിരക്ഷണം ആവശ്യമാണ്, നമ്മുടെ ശുശ്രൂഷ ആവശ്യമാണ്. യേശു അവർക്ക് ജീവൻ കൊടുത്തു, സത്യമാണ്. യേശു അവർക്ക് സൗഖ്യം വിടുതൽ കൊടുത്തു. പൈശാചിക ബന്ധത്തിൽ നിന്ന്, ദുരാത്മാവിൽ നിന്ന് കർത്താവ് വിടുതൽ കൊടുത്തു, വാസ്തവം തന്നെ. പക്ഷെങ്കിൽ ആ വിടുതൽ ഒരപ്പൻ്റെ കീഴിൽ ശിക്ഷണത്തിൽ നിൽക്കുമ്പോഴാണ് ആ വിടുതലിൻ്റെ പരിരക്ഷ അവന് വേണ്ടി നൽകപ്പെടുന്നത്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. അതുകൂടാതെ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ഒരു ഉത്തരവാദിത്വം സ്വർഗം എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. കേവലം ഒരു വിടുതലും സൗഖ്യവും മാത്രമേ നിൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ച് നീ ആഗ്രഹിക്കുന്നുള്ളൂ. ആ കുഞ്ഞുങ്ങളെ സൗഖ്യമുള്ളവരായി വിട്ടുകളയുവാനല്ല ദൈവം ആവശ്യപ്പെടുന്നത്, കർത്താവ് ആവശ്യപ്പെടുന്നത്. അവരെ ചേർത്തുകൊണ്ട് അവർക്ക് ലഭിച്ചതായ സൗഖ്യത്തിൻ്റെ വഴികളെക്കുറിച്ചും അവർക്ക് കർത്താവ് കൊടുത്തതായ വിടുതലിനെക്കുറിച്ചും അവരെ ഉയർത്തെഴുന്നേൽപ്പിച്ച ആ ദൈവത്തിൻ്റെ മനസ്സലിവിനെയും ഒക്കെ അവരെ ഇടവിടാതെ അവരെ ധരിപ്പിച്ച് ദൈവത്തെ സ്നേഹിപ്പാൻ, ദൈവഭയത്തിൽ അവരെ തന്നെ സൂക്ഷിപ്പാൻ തക്കവണ്ണം അവർക്കൊരു പരിരക്ഷണം ആവശ്യമാണ്. അപ്പൻ അവനെ പരിരക്ഷിക്കണം, അവനെ ശുശ്രൂഷിക്കണം, ദൈവസ്നേഹത്തെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കണം. കർത്താവ് ആരെന്നും നമ്മൾ ആശ്രയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയും മനസ്സലിവും എത്ര വലുതെന്നും അവരെ ധരിപ്പിക്കുമ്പോഴാണ് ആ കുഞ്ഞുങ്ങൾ സൗഖ്യത്തിൽ വളരുവാനിടയാകുന്നത്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, നോക്കൂ, ദൈവത്തിൻ്റെ സ്നേഹം എത്ര വലുതാണ്. മറ്റൊരു ദൈവത്തിലും കാണാത്തതായ ഇത്ര വലിയ ആഴമേറിയ വ്യക്തിപരമായ ബന്ധം ഒരു കുടുംബത്തോട്, ഒരു മാതാപിതാക്കളോട്, ഒരു കുഞ്ഞുങ്ങളോട്, ഒരമ്മയോട്, ഒരു പിതാവിനോട് നിലവിളിക്കുന്ന ഒരു കുഞ്ഞിനോട്, അല്ലെങ്കിൽ ഒരു അമ്മയുടെ ആ നിലവിളിയുടെ ആഴം, ഒരു കുഞ്ഞിൻ്റെ സൗഖ്യത്തിന് വേണ്ടി ഏത് കടമ്പയും കടന്ന് സൗഖ്യം ലഭിച്ചിട്ടല്ലാതെ ഞാൻ വീട്ടിലേക്ക് പോവുകയില്ല എന്നൊരു നിർബന്ധ ബുദ്ധിയുള്ള ഒരു പിതാവ്, ശിഷ്യന്മാർക്ക് സൗഖ്യമാക്കുവാൻ കഴിയാഞ്ഞതുകൊണ്ട് തൻ്റെ മകനെയും കൊണ്ട് ആ പിതാവ് വീട്ടിലേക്ക് പോയില്ല. എന്നാൽ സൗഖ്യം കിട്ടുന്നിടം വരെയും അവരുടെ പുറകെ പോയി. യേശുവിനോട് ആ പിതാവ് പറയാണ്, ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് നിൻ്റെ ശിഷ്യന്മാരുടെ അടുത്ത് വന്നു. അൺഫോർച്ചുനേറ്റ്ലി അവർക്കതിനെ ശാസിക്കുവാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ നിരാശനായി ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയല്ല. ആ അശുദ്ധാത്മാവിന്മേൽ അധികാരമുള്ള ഒരു വ്യക്തിയെ ഞാൻ നിങ്ങളുടെ ഇടയിൽ കാണുന്നു. ഗുരു, നിന്നിൽ ആ അധികാരം ഞാൻ ശ്രദ്ധിക്കുന്നു. എൻ്റെ കുഞ്ഞിന് വിടുതൽ കൊടുക്കണം. അവൻ്റെ ആ അഭ്യർത്ഥനയുടെ, ആ യാചനയുടെ, ആ നിലവിളിയുടെ ആഴം കർത്താവ് മനസ്സിലാക്കിയപ്പോൾ അവനെ സൗഖ്യമാക്കിയിട്ട് ആ കുഞ്ഞിനെ പിതാവിൻ്റെ കയ്യിൽ തിരികെ ഏൽപ്പിച്ച ദൈവത്തിൻ്റെ സ്നേഹം. നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവം സൗഖ്യമുള്ളവരായി നമ്മുടെ കയ്യിൽ തരുമ്പോൾ നമുക്കൊരു വലിയ ഉത്തരവാദിത്വം കൂടെ കർത്താവ് നൽകി തരികയാണ്. ഒരു വലിയ ചുമതല, ഒരു വലിയ ടൈം ടേബിൾ നമുക്ക് ദിവസമുള്ളതായ ഒരു കൃത്യനിഷ്ഠ. യേശുവിനെക്കുറിച്ച്, യേശു അവർക്ക് കൊടുത്ത വിടുതലിനെക്കുറിച്ച്, യേശുവിൻ്റെ ആ ദൈവീകത്വത്തെക്കുറിച്ച്, കർത്താവിൽ നിന്ന് മനുഷ്യൻ അനുഭവിക്കുന്നതായ നന്മകൾ, ഇനിയും നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഏറുമ്പോൾ, രോഗങ്ങളേറുമ്പോൾ, ആരാലും നമ്മളെ വിടുവിക്കുവാൻ കഴിയാത്തതായ വൻ പ്രയാസങ്ങൾ നമുക്ക് നേരിടുമ്പോൾ, രോഗശയ്യയിലാകുമ്പോൾ, മരണം നമ്മെ വേട്ടയാടി അടിത്തുകൊണ്ടിരിക്കുമ്പോൾ, വിഴുങ്ങുവാൻ നോക്കുമ്പോഴൊക്കെ ആശ്രയിക്കുവാനുള്ളതായ ഒരു വലിയ ഒരു പാറയായ ക്രിസ്തുവിനെക്കുറിച്ച്, അല്ലെങ്കിൽ ആ സ്നേഹനിധിയായ ക്രിസ്തുവിനെക്കുറിച്ചുള്ളതായ, സർവശക്തനായ ദൈവത്തെക്കുറിച്ചുള്ളതായ ഒരു വെളിപ്പാട് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുവാൻ മാതാപിതാക്കൾക്കുള്ള ഒരു ഉത്തരവാദിത്വം ദൈവത്തിൻ്റെ ആത്മാവീയ പ്രഭാതത്തിൽ നമ്മെ വെളിപ്പെടുത്തി കാണിക്കുകയാണ്. ഒരു വിശാലമായ ഹൃദയം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കയിൽ നമുക്ക് ദൈവം ഈ പ്രഭാതത്തിൽ തെരുമാറാകട്ടെ. കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും ദൈവം കൊടുക്കുന്ന വിടുതലിനെക്കുറിച്ച് നാം കുടുംബത്തിൽ ധ്യാനിക്കുന്നവരായി, ദൈവത്തോട് നന്ദി പറയുന്നവരായി, കുഞ്ഞുങ്ങളുമൊത്ത് ആ ദൈവത്തിൻ്റെ സ്നേഹം പങ്കിടുന്നവരായി തീരുവാൻ ഈ പ്രഭാതത്തിലെ വചനം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ്.